ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിക്കില്ല എന്നുള്ള ഉറപ്പായിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ അറസ്റ്റിന്റെ സാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും ചലഞ്ച് ചെയ്തിരുന്നത്. കാരണം അറസ്റ്റ് നിലനിൽക്കില്ല എന്ന് പറയുകയാണെങ്കിൽ സാങ്കേതികപരമായിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ആ കേസിന്റെ മെറിറ്റിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരം സാഹചര്യത്തെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ കോടതി എന്തായാലും ആ വാദം ഈ ഘട്ടത്തിൽ അംഗീകരിച്ചിട്ടില്ല. എന്തായാലും കസ്റ്റഡിയിൽ കൊടുക്കുക, അതിനുശേഷം പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക, അതിനുശേഷം അതിന്റെ മെറിറ്റ് കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു ശക്തമായ നിലപാടാണ് ഈ കേസിൽ ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നിരവധി തെളിവുകളുണ്ട്. അത് പരമാവധി ലഭിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതിജീവതയെ നിർബന്ധപൂർവ്വം കോടതി മുറിക്കുള്ളിലായിരുന്ന ലിജോ റോളൻസ് കൂടി ചേരുകയാണ്. ലിജോ, എന്താണ് കോടതി മുറിക്കുള്ളിൽ ഉണ്ടായത്? ഏത് രീതിയിലായിരുന്നു വാദം? ദിവ്യ, കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദമാണ് തന്നെയായിരുന്നു കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അതായത് 3 ദിവസത്തെ കസ്റ്റഡി മാത്രമായിരുന്നു ഈ അന്വേഷണ സംഘം ആവശ്യപ്പെടുക. അത് അനുവദിക്കുക എന്നുള്ള നടപടിയിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു ഈ പ്രതിഭാഗം തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള എതിർപ്പുകൾ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. അതായത് ഈ അറസ്റ്റ് തന്നെ നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദമായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ചത്. വീഡിയോ കോൺഫറൻസ് വഴി ഡിജിറ്റൽ തെളിവുകൾ ഡിജിറ്റലായി ഒരാളുടെ ഒരു മൊഴി എടുത്തു കഴിഞ്ഞാൽ അത് 3 ദിവസത്തിനകം സൈൻ ചെയ്ത് മേടിക്കണം, അല്ലെങ്കിൽ സൈൻ ചെയ്ത് വാങ്ങണം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം ഇവിടെ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം. അതുകൊണ്ട് അറസ്റ്റ് തന്നെ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ എന്തിന് കസ്റ്റഡിയിൽ വിടണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗം ചോദിച്ച ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. കോടതി അത് അംഗീകരിച്ചില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റിന്റെ മറ്റു കാര്യങ്ങൾ ഒരു ഭരണഘടനാപരമായ ലംഘനം രാഹുലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അറസ്റ്റിനുള്ള കാരണങ്ങൾ പോലും പ്രതിയെ കൃത്യമായി അറിയിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രതിഭാഗം പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് കോടതി ഇടപെട്ടുകൊണ്ട് തിരികെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് നോട്ടീസ് പ്രതി ഒപ്പിടാത്തത് എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു, മെഡിക്കൽ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം പ്രതി കൃത്യമായി അതിനോട് സഹകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു മറുപടി പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ കസ്റ്റഡി, അതായത് കസ്റ്റഡിയിലേക്ക് വിടണോ വേണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ തന്നെ വേണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രതിഭാഗം പറഞ്ഞത്. കാരണമായി ഇക്കാര്യമൊക്കെ പറഞ്ഞു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യം എന്നുള്ളതാണ്, ഒരു കേസ് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗം. അതിൽ തന്നെ പറഞ്ഞത് ആദ്യ 2 കേസുകളിൽ നിന്നും പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടെ അതായത് ഈ രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ട് പ്രതിയോടൊരു വൈരാഗ്യം ഉണ്ടാവുകയും അതിന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ് 3ാമത്തെ കേസ് എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാന വാദം എന്ന് പറയുന്നത്. കോടതി എന്തായാലും അക്കാര്യങ്ങളും കൃത്യമായി അത് പരിഗണിച്ചിട്ടില്ല. മറിച്ച് തിരികെ ഒരു ചോദ്യം ചോദിച്ചത്, എന്താണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് 3 ദിവസത്തെ കസ്റ്റഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ പ്രതിഭാഗം എതിർത്തു. പ്രോസിക്യൂഷൻ അതിന് തിരിച്ച് കാരണങ്ങൾ നിരത്തി. ഡിജിറ്റൽ തെളിവുകൾ പലതും ശേഖരിക്കേണ്ടതുണ്ട്. അത് ഇവിടെ നിന്ന് മാത്രമല്ല, പാലക്കാട് ഉൾപ്പെടെ പ്രതി എത്തിച്ചുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ 3 ദിവസത്തേക്ക് കസ്റ്റഡി, അതായത് 15-ാം തീയതി വൈകുന്നേരം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇനി കസ്റ്റഡിയിലായിരിക്കും ചോദ്യം ചെയ്യുക. അതിനിടയ്ക്ക് 2 സ്ഥലങ്ങളിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് തിരുവല്ലയിലെ ഹോട്ടലിലും മറ്റൊന്ന് പാലക്കാടും എത്തിച്ച് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ കണ്ടെത്തിയെടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തത്. പ്രതി സമർപ്പിച്ച, അതായത് രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജി 16-നായിരിക്കും ഇനി കോടതി പരിഗണിക്കാനുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി, അധികം വൈകാതെ തന്നെ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരില്ലേ ലിജോ? തീർച്ചയായിട്ടും. കാര്യം ഇത് അറസ്റ്റ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടുന്ന കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കാൻ എടുക്കുന്ന ഒരു സമയം മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് രാഹുലിനെ ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 2 നില ഇറങ്ങിയാണ് താഴേക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിലാകെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഈ മാത്രമല്ല, ഈ പ്രതിഷേധം, കോടതിയിൽ ഈ വാദം നടക്കുന്ന അത്രയും സമയമെല്ലാം തന്നെ പ്രതിഷേധവും ശക്തമായി, അതായത് ഇവിടെ തന്നെ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുന്നതിന് വേണ്ടിയും പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഇവിടെയും എത്തിയിരിക്കുന്നത്. പോലീസ് എല്ലായിടത്തും വലിയ രീതിയിലുള്ള ഒരു ബന്ദോബസ്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ പക്ഷേ ആ വാഹനം, ആ ബസ്സൊക്കെ വരുന്ന സമയത്ത് അതിനെ ഒരു ഘട്ടത്തിൽ തടയുന്ന ഒരു നിലവരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കൂടുതൽ പോലീസ് ഉൾപ്പെടെ എത്തിയത്. ഈ വാദം നടക്കുന്ന ആ സമയമെല്ലാം തന്നെ കോടതി മുറിക്കുള്ളിൽ പോലും, അതായത് 2 നിലയ്ക്ക് മുകളിലേക്ക് പോലും ഈ മുദ്രാവിളി ശബ്ദങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു പിൻ ശബ്ദത്തിൽ നിന്നുകൊണ്ടായിരുന്നു വാദങ്ങൾ ഓരോന്നും തന്നെ നടക്കുകയും ചെയ്തത്. പിന്നാലെ കൂടുതൽ പോലീസിന്റെ കാര്യം. ഇനിയിപ്പോൾ
ആദ്യം കൊണ്ടുപോവുക പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്നും അതായത് തിരുവല്ലയിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി അത് ശേഖരിച്ചതിന് ശേഷം 3 ദിവസത്തെ കസ്റ്റഡി, അത് തന്നെ ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഈ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആളുകളുടെ ഭാഗത്തും പ്രകോപനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന് അത് കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായ സുരക്ഷ ഒരുക്കി ഇക്കാര്യങ്ങളിലെല്ലാം ഇനി പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വലിയ വെല്ലുവിളികളും. ഇവിടെയും പോലീസിനെ കൂടുതലായി വിന്യസിച്ച് ആ സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോകുന്നു. രാഹുൽ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ BJP പ്രവർത്തകരും അറിയിച്ചത്. ശരി ലിജോ, ഈ കോടതി മുറിക്കുള്ളിൽ ഈ സമയം അത്രയും അവിടെ ഇരിക്കുമ്പോഴും ഈ വാദം നടക്കുമ്പോഴും ഒക്കെ എന്തായിരുന്നു രാഹുലിന്റെ ഒരു ഭാവം? ദിവ്യ, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുലിനെ രാവിലെ 11 മണിയോടടുത്ത സമയത്ത് കോടതിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ കേസ് പരിഗണിക്കുന്നത് വളരെ സമയമെടുത്തിട്ടാണ്. ആദ്യം കേസ് വിളിച്ചു, പക്ഷേ അത് അല്പസമയത്തിന് ശേഷം വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് മാറ്റിവെക്കുകയായിരുന്നു. രാഹുൽ കോടതിക്കുള്ളിൽ, അതായത് സാധാരണ അതിന്റെ മുൻവശത്തേക്കായിട്ട് ഒരു വശത്ത് രാഹുലിനെ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു വശത്തേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് രാഹുലിനെ അറിയുന്ന പല ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമില്ലാതെയായിരുന്നു കോടതിക്കുള്ളിൽ രാഹുലിന്റെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. ഇടയ്ക്ക് കോടതി ചെറിയൊരു ഇടവേള എടുത്ത സമയത്ത് പല ആളുകളും, ഈ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ പോലും രാഹുലിനടുത്തേക്ക് എത്തിപ്പെടാനൊരു ശ്രമം നടത്തുകയും അവിടെ നിന്നും കൈവീശി കാണിക്കുക, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ. പക്ഷേ പോലീസ് അവിടെ വീണ്ടും രാഹുലിന് ചുറ്റും ഒരു സുരക്ഷ ഒരുക്കി. അപ്പോൾ ചില അവിടെ ഉണ്ടായിരുന്ന പല അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർക്ക് രാഹുലിനെ അറിയുന്നവരാണ്. അവരെല്ലാം തന്നെ രാഹുലിനെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കൂളായിട്ടാണ് അവിടെ രാഹുൽ ആ സമയം അത്രയും കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ല. അവിടെ നിന്നും തനിക്കറിയുന്ന പല ആളുകളോടും വളരെ ദൂരെ നിന്നൊക്കെ കൈയാംഗ്യത്തിലൂടെ മറ്റുമൊക്കെ കുശലാന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.